സച്ചേട്ടനല്ലേ നെല്ലിശ്ശേരിയിലെ? ആ അതെ. എന്നെ മനസ്സിലായി കാണില്ലേ? നമ്മൾ കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ നവീൻ. ദൈവമേ, എന്തൊരു മാറ്റോടെ നിനക്ക് വന്നിരിക്കുന്നേ. വലിയ ചെറുക്കനായി. സച്ചേട്ടൻ വിത്ത് ഫാമിലി പൂജയ്ക്കൊന്നാണോ? ആ പോകുന്ന ഓട്ടോയുടെ ഫ്രണ്ടിൽ കയറ്റി വണ്ടി നിർത്തറ. അങ്ങോട്ട് പോയപ്പോ രക്ഷപ്പെട്ടതുപോലെ ഇപ്പൊ നീ രക്ഷപ്പെടില്ല. നീ ഇതിലിടപെടണ്ട. ഇത് നിന്റെ വിഷയമല്ല. ആരുടെ വിഷയമായാലും നിങ്ങൾ എന്തിനാ ഇവരെ ഉപദ്രവിക്കാൻ നോക്കുന്നേ? അത് ചോദിക്കാൻ നീ ആരാടാ? മാറി നിൽക്കണം അങ്ങോട്ടും. അയ്യോ, ആശാനെ, ഞങ്ങൾ അപ്പുറത്തെ വിളവിൽ കാണും. അയ്യോ നവീൻ, എന്താടോ? എന്താ പ്രശ്നം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ പോ, ഇല്ല നീയും വാങ്ങുവടി. കണ്ടല്ലോ കയ്യിലെന്താന്ന്. ഇത് ദേഹത്തുണ്ടാ മുറിയും. അതുകൊണ്ട് മാ വീട്ടിൽ പോ. ഇതെന്താണെന്നറിയാമോ? അറിയാമെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വേഗം സ്ഥലം വിട്ടോ. സച്ചേട്ടനല്ലേ നെല്ലിശ്ശേരിയിലെ? ആ അതെ. എന്നെ മനസ്സിലായി കാണില്ലേ? നമ്മൾ കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ നവീൻ. ദൈവമേ, എന്തൊരു മാറ്റോടെ നിനക്ക് വന്നിരിക്കുന്നേ. വലിയ ചെറുക്കനായി. സച്ചേട്ടൻ വിത്ത് ഫാമിലി പൂജയ്ക്കൊന്നാണോ? ഞാൻ അമ്പലത്തിലേക്ക് ഓട്ടം വന്നതാ. കുറച്ചാളായി ഞാൻ ഒരു ടാക്സി ഓടിക്കുന്ന നവീനെ. സച്ചേട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായെന്ന് എനിക്കറിയാം.
ജീവിതമല്ലേ നവീനെ. അപ്പോ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരില്ലേ? ആ, അതൊക്കെ പോട്ടെ. തന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പറഞ്ഞ പോലെ ഇവിടെ സച്ചേട്ടനെ പരിചയപ്പെടുത്തില്ലല്ലോ. താനിങ്ങ് വന്നേ. അല്ല, ഈ കുട്ടിയെ നവീന് പരിചയമുണ്ടോ? ചെറിയൊരു പരിചയം. ഇതെന്റെ ഭാര്യ. ഇതാണ് സച്ചിദാനന്ദൻ, എന്റെ സച്ചേട്ടൻ. കുഞ്ഞുനാൾ മുതൽ അറിയുന്നത്. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു നെല്ലിശ്ശേരിയിലെ മാധവനങ്ങള്, സച്ചേട്ടൻ്റെ അച്ഛൻ. ഈ രാത്രി വണ്ടി എടുത്തിട്ട് ഇത് എങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാ മോളിക്കുട്ടി? സാർ, അത് ഞാൻ ഭക്തരെയും കൊണ്ട് അമ്പലത്തിലേക്ക് വന്നതാ. അപ്പോഴാ ഇവിടെ വെച്ച് ഗാഥാ മാഡത്തെ കണ്ടത്. രാത്രി ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കണമെന്ന് മാഡം പറഞ്ഞപ്പോ ഞാൻ ഓട്ടോ ആയിട്ട് പുറത്തിറങ്ങിയതാ. അപ്പോഴാ. ശരി, ഗാഥ എന്റെ വണ്ടിയിൽ ഒന്ന് കയറിക്കോ. അല്ല മോളിക്കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ. ആ, ഈ രാത്രിയില് ഞാനല്ലേ വിളിച്ചോണ്ട് വന്നത്. അപ്പോ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ മോളിക്കുട്ടിയുടെ കൂടെ വന്നോളാം. അത്രേ ഉള്ളോ? ആ ടെൻഷൻ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. മാണിക്കുഞ്ഞ് മോളിക്കുട്ടിയുടെ കൂടെ ഓട്ടോയിൽ വന്നാൽ മതി. എന്റെ മുറി സാറേ, ഞാനിവിടെ പോത്തില്ല. ഇതിലും ഭേദം ഈ കാട്ടി കിടന്ന് ആന ചവിട്ടി ചാവുന്നതോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യോ, അങ്ങനെയല്ല സാറേ, ഞാനിവിടെ വരാം. അയ്യോ, എന്നാ പിന്നെ സച്ചേട്ടാ നിങ്ങൾ ചെല്ലേ. ഞാൻ അമ്പലത്തിലേക്ക് വന്നോളാം. ശരി എന്നാ. നമുക്ക് അവിടെ ഞാനിവിടെ കാണാം. വണ്ടിക്കകത്തോ. അയ്യോ ഗാഥ, സാറേ, വാ. സാറേ, മാഡം. അയ്യോ, പോലെ. അയ്യോ, സാറേ, മോളിക്കുട്ടി ഒറ്റയ്ക്കാവും. സാറേ, ഞാനിവിടെ വരുന്നത്. നവീൻ, സാറേ, ഞാനിവിടെ വരുന്നേ. സാറേ, അങ്ങനെ പോലെ. ഞാൻ ആ വണ്ടി കയറൂല സാറേ. സാറേ, സാറേ, പ്ലീസ് പ്ലീസ്, ഞാനിവിടെ വരാം സാറേ. മാണിക്കുഞ്ഞ് താനൊന്ന് പോയേ. അയ്യോ, ഞാൻ അവളുടെ കൂടിയോ? സാറേ, പറയുന്ന കേൾക്ക് സാറേ. സാറേ, പോയാ? ശ്ശോ. എന്തേ? കാട്ടാനയുടെ ഒച്ചയല്ലേ കേട്ടോ. അയ്യോ, താനീ ഓട്ടോയില് കേറത്തില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ തന്നെ കേറിയത്. പിന്നോട് നോക്കാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കടി. പോ, വേഗം പോ, പോ. വണ്ടി ഓടിക്കടി, കാട്ടാന. അയ്യോ.